നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പുതിയ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് വാലുവേഷൻ ഓഫീസറിന്റെ റൈറ്റ്സും അവരുടെ അധികാരങ്ങളെ കുറിച്ചാണ് ഇൻകം ടാക്സിൽ പറയുന്നത്. പുതിയ ആക്ട് വരുന്നത് 2025 ആക്ട് ഏപ്രിൽ മുതൽ വരും. അപ്പോൾ അതിലും ഇത് മുമ്പത്തെ ആക്ടിലും ഉണ്ട്, പക്ഷേ പുതിയ ആക്ടിൽ 269 എന്നുള്ള സെക്ഷനിലാണ് ഇത് വരുന്നത്. ആ സെക്ഷനിലാണ് വാലുവേഷൻ ഓഫീസറെ പറ്റി പറയുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ലാൻഡിനും ഇപ്പം സ്ഥലം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വില, നമ്മൾ കാണിച്ച ഒരു ബിൽഡിങ്ങിൻ്റെ വില റിട്ടേണിൽ കാണിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞ വിലയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആൾക്കാർ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് അത് വരുന്നത്. ഇപ്പം ഇൻകം ടാക്സ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, അതിനകത്ത് കാണിച്ച വില കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൽ ഒരു വാലുവേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു ഒരു ഓഫീസേഴ്സ് ഉണ്ട്. അതായത് അത് എംപാനൽഡ് ഓഫീസേഴ്സ് ആണ്. അതായത് അതിൽ സർവേയേഴ്സ് ആവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ് വരാം, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പാസ്സായ വ്യക്തികളുണ്ടാവും. ഇപ്പോൾ ഷെയർസിൻ്റെ വാലുവേഷൻ ചെയ്യേണ്ട വ്യക്തികളുണ്ടാവാം, ലാൻഡിൻ്റെ വാല്യൂവർ ഉണ്ടാവാം, അങ്ങനത്തെ വ്യക്തികളുണ്ടാവും. അത് അവരുടെ തന്നെ വാല്യൂവേഴ്സാണ്. അപ്പോൾ അവർ തന്നെ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ടാക്സ് ഒക്കെ അവർ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. സോ ആ വാലുവേഷൻ ഓഫീസറെ അവരത് ഏൽപ്പിക്കും. വൺസ് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വാലുവേഷൻ ഓഫീസർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നല്ല അധികാരങ്ങളുണ്ട്. ഇപ്പം അവരിപ്പം നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ അതായത് എന്തെങ്കിലും സർവേ ചെയ്ത് കൊടുക്കണമെങ്കിൽ സർവേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വാല്യുവേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ആ വ്യക്തിക്ക്, അതായത് വാല്യുവേഷൻ ഓഫീസർക്ക് നമ്മളുടെ ആ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ ലാൻഡ് ആണെങ്കിൽ ലാൻഡ്, അതല്ലെങ്കിൽ ഇപ്പം റിട്ടേണിലൊന്നും കാണിക്കാത്തൊരു ലാൻഡിനെ പറ്റിയാണ് അവർ അന്വേഷിക്കുന്നതെങ്കിൽ ആ ലാൻഡിൽ കയറാനുള്ള അധികാരങ്ങൾ അവർക്കുണ്ട്. നമ്മളിപ്പോൾ ഗേറ്റ് പൂട്ടി വെച്ചാലും അവർക്കത് ഗേറ്റ് ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് കയറി വരാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ചോദിക്കാനുള്ള അധികാരമുണ്ട്. സിവിൽ കോർട്ടിൻ്റെ തന്നെ അധികാരം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തതിന് ശേഷം അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാനുള്ള അധികാരം ആ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവരെന്ന് വെച്ചാൽ ഇവരൊരു റിപ്പോർട്ട് നമുക്കാക്കും. റിപ്പോർട്ടാക്കിയിട്ട് ആ റിപ്പോർട്ട് അസിസ്റ്റിംഗ് ഓഫീസർക്ക് പാസ് ചെയ്യും. അപ്പോൾ അതാണ് വരുന്നത്. അപ്പം അസിസ്റ്റിംഗ് ഓഫീസറാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അസിസ്റ്റിംഗ് ഓഫീസർക്ക് ഇവരെ റിപ്പോർട്ട് പാസ് ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കും പിന്നെ അസിസ്റ്റിംഗ് ഓഫീസർ ബാക്കിയുള്ള അസസ്മെൻറ്റുകൾ നടത്തി വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവർ ചെയ്തതിൻ്റെ മുകളിൽ നമുക്കിപ്പം വില നമ്മൾ കുറച്ച് കാണിച്ചത് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്, അത് വില നമ്മൾ മാർക്കറ്റ് വാല്യൂ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ വില കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ആ ഡിഫറൻസിൻ്റെ മുകളിലുള്ള ടാക്സോ അതിൻ്റെ സോഴ്സോ എല്ലാം നമ്മൾ ടാക്സ് കാണിക്കേണ്ടി വരും. അപ്പം നമുക്ക് അതിന് വീണ്ടും നോട്ടീസ് വരും, എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതെങ്കിൽ നമ്മൾ അതിൻ്റെ പെനാൽറ്റി ഇൻട്രസ്റ്റും ഒക്കെ അടയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫർദറായിട്ട് റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ കൂടാണ്ട് ഈ ഡിഫറൻസിൻ്റെ മുകളിൽ ടാക്സ് മാത്രം പോരാ, അതിന് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ വന്നാൽ ഇതിൻ്റെ വില കുറയും, അങ്ങനെയൊക്കെ അതും ഉണ്ടാവും. ഈ എക്സ്പെൻഡിച്ചേഴ്സ് ഒരുപാട് കാണിക്കുമ്പോൾ അതും വരാം കേട്ടോ. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനിലൊക്കെ നമ്മൾ അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം ആ എക്സ്പെൻഡിച്ചേഴ്സ് എക്സീഡിങ് ദ ലിമിറ്റ് ആണെങ്കിൽ, ബ്രോക്കറേജ് അടക്കം എക്സീഡിങ് ദ ലിമിറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവർക്ക് വാലുവേഷൻ ഓഫീസർക്ക് അത് കാണിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ഷെയർസ് ആയാൽ പോലും ഷെയർസിന് വാലുവേഷൻ ഓഫീസർക്ക് അയക്കാം. അവരത് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ബേസിക്കലി ബെസ്റ്റ് നല്ല രീതിയിൽ ഫയൽ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് തന്നെ ചെയ്തിട്ട് അറിവുള്ളവരെ കൊണ്ട് അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 268 കഴിഞ്ഞ 269 കഴിഞ്ഞാൽ 270 വരുന്ന അസസ്മെൻ്റ് ആണ്. അതായത് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലേക്ക് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് റിപ്പോർട്ട് ആയാലും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷൻ ആയാലും, അല്ലെങ്കിൽ വാലുവേഷൻ ഓഫീസർ കൊടുത്ത എക്സ്പ്ലനേഷൻ ആയാലും, അതിൻ്റെ മുകളിൽ അസസ്മെൻറ്റ് നടത്തുന്നത് അസിസ്റ്റിംഗ് ഓഫീസറാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സാണ് ചെയ്യുന്നത്. സോ അവർ നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതൊക്കെ കൊടുത്തത് കൂടാണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ നമ്മൾ നോക്കും. അർത്ഥമെറ്റിക്കൽ ആക്യുറസി നമുക്ക് നോക്കാം. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് കാണിച്ചിട്ട് നോക്കാം. എക്സസ് ക്ലെയിം, ഇപ്പം LIC പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സസ് ക്ലെയിം നടത്തിയിട്ടുണ്ടോ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു അസസ്മെൻറ്റ് നടത്തും. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത റിട്ടേണിൽ ഇപ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സിൻ്റെ മുകളിൽ എക്സ്ട്രാ എന്തെങ്കിലും ടാക്സ് വരാനുണ്ടോ, അല്ല ആ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് തെറ്റാണെങ്കിൽ റീഫണ്ട് ആവാൻ സാധ്യതയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു അസസ്മെൻറ്റ് നടത്തി അതിനൊരു ഓർഡർ ആക്കിയിട്ട് നമുക്ക് തരും. അസസ്മെൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് 270 അത് വരുന്നത്. 270 പുതിയ ആക്ട് പ്രകാരം 270 അസസ്മെൻറ്റ് ഓർഡർ വരുന്നത്. അസസ്മെൻറ്റ് ഓർഡർ നമുക്കത് പാസ്സാക്കും. അപ്പോൾ ആ ടാക്സ് എടുക്കുമ്പോൾ നമ്മൾ അടച്ച TDS, നമ്മളെ അഡ്വാൻസ് ടാക്സ്, നമ്മൾ അടച്ച എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കുറച്ചതിന് ശേഷം ആ അസസ്മെൻറ്റ് ഓർഡർ നമുക്ക് തരും. അസസ്മെൻറ്റ് ഓർഡറിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവും. പഴയ ആക്ട് പ്രകാരം 234A-B-C പ്രകാരം അങ്ങനെ നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് കൂടാണ്ട് ഫെർദർ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും വരും. അപ്പോൾ അതും അതിൻ്റെ പെനാൽറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമുക്ക് അസസ്മെൻറ്റ് ഓർഡർ തരും. അപ്പോൾ ഒന്നെങ്കിൽ അസസ്മെൻറ്റ് ഓർഡറിന് 2 സൊല്യൂഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മളത് അടച്ചിട്ട് അവിടെ വെച്ച് കേസ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ എല്ലാം അടയ്ക്കുന്നതെല്ലാം ഓൺലൈൻ ത്രൂ ആണ്. ഓൺലൈൻ ത്രൂ അടയ്ക്കുക.
ഓൺലൈൻ ത്രൂ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് അപ്പീലിന് പോവാം, ജോയിൻറ്റ് കമ്മീഷണർ മുമ്പിലോ, അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പീലാണ് ജോയിൻറ്റ് കമ്മീഷണർ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് സെക്കൻഡ് അപ്പീലിന് പോവാം, അപ്പീൽ ട്രിബ്യൂണലിൽ പോവാം. ട്രിബ്യൂണലിൽ കോടതി സമക്ഷം പോലെയാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തും ഇല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിക്ക് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നമുക്ക് പോവാം. അപ്പം അപ്പീൽ ട്രിബ്യൂണലിലും അപ്പീലിനൊക്കെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സിന് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അത് അസസ്മെൻറ്റ് ഓർഡർ ആയാലും ചോദിച്ച എക്സ്പ്ലനേഷൻ ചോദിക്കാണ്ട് പിന്നെ ഓർഡർ ആയി കഴിഞ്ഞാൽ വരുന്ന നോട്ടീസിൻ്റെ മുകളിൽ നമുക്ക് ഒന്നുകിൽ റെക്ടിഫിക്കേഷൻ പോകാം, അല്ലെങ്കിൽ കമ്മീഷണർക്ക് തന്നെ നേരിട്ട് 264 റെക്ടിഫിക്കേഷന് പോകാം, അല്ലെങ്കിൽ അപ്പീലിന് നമുക്ക് പോകാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിനാണ്. അപ്പോൾ ഇതെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ സമീപിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അവരെ കൊണ്ട് ഒരു സൊല്യൂഷൻ ആക്കിക്കുക. അതായിരിക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് അടച്ചു തീർക്കാം. പക്ഷേ അടച്ചു തീർക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും വരിക. ചിലപ്പോൾ അതിൻ്റെ അകത്ത് അവർ ചെയ്ത് ഫുൾ സത്യമാവണമെന്നൊന്നുമില്ല. അപ്പം നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവാം. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് ത്രൂ ആയിട്ട് നമുക്കത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഓർഡർ ആയിക്കഴിഞ്ഞാൽ, അസസ്മെൻറ്റ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ നമുക്കവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ഈ അസസ്മെൻറ്റ് റീഓപ്പൺ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അസസ്മെൻറ്റ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ വൺസ് ഇതിപ്പോൾ നമുക്കൊന്നും അടയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഓർഡറൊന്നും വരില്ല. നമ്മൾ കൊടുത്തത് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓർഡറൊന്നും വരില്ല. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അക്നോളജ്മെൻറ്റ് തന്നെയാണ് നമ്മളെ ഓർഡർ. അല്ലാത്ത പക്ഷം നമുക്ക് അവരെ അസസ്മെൻറ്റ് ഓർഡർ നമുക്ക് തരും. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ നോട്ടീസ് 268ലും 268ലും നോട്ടീസ് വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നോട്ടീസായിട്ട് നമുക്ക് വരും. നോട്ടീസ് തപാലിലും വരാം, ഇമെയിലിലും വരാം. പക്ഷേ ഇപ്പം മോസ്റ്റ് പ്രോബ്ലി എല്ലാം വരുന്നത് ഇമെയിലാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്കായിരിക്കും അത് വരിക. അപ്പോൾ ആ മെയിൽ ഐ ഡി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്നത് ഇപ്പം അതാണ് ഏതെങ്കിലും ഒരു ആൾക്കാരുടെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ മെയിലായിരിക്കും അത് കൊടുക്കുക. അവരുടെ മെയിൽ ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മെയിലിൽ തന്നെ അത് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് ഫോണിലേക്ക് SMS വരും, നിങ്ങളുടെ മെയിലിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ അറിയിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടിലേക്ക് അറിയിക്കുക. മെയിൽ എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വാല്യുവേഷൻ ഓഫീസർക്ക് നമ്മൾ കൊടുത്ത വാല്യൂ കൃത്യമാവണമെന്നില്ല. അപ്പോൾ അത് വാല്യൂ ചെയ്യേണ്ട അധികാരമുണ്ട്, അവർക്ക് എല്ലാ അധികാരമുണ്ട്. ആ വാല്യൂവിൻ്റെ ബേസിൽ അസസിംഗ് ഓഫീസർക്ക് അവർ റിപ്പോർട്ട് പാസ് ചെയ്യും. അതിൻ്റെ മുകളിൽ അസസ്മെൻറ്റ് ഉണ്ടാക്കും. അസസ്മെൻറ്റിൽ നമ്മൾ അടച്ച ടാക്സുകളും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് മറ്റുള്ളതിൻ്റെ മുകളിൽ ബാക്കി നമുക്ക് ടാക്സും അതിന് ഇൻട്രസ്റ്റും പെനാൽറ്റി എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു ഓർഡർ തരും. നമുക്കൊന്നും അടയ്ക്കാനില്ലെങ്കിൽ നമുക്ക് ഓർഡറൊന്നും തരില്ല. പക്ഷെ നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓർഡർ. അത് വരുന്ന മെയിലിലും വരാം, തപാലിലും വരാം. മെയിലിലായിരിക്കും കൂടുതൽ വരിക. അപ്പം നമ്മൾ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി കൊടുത്തതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ട്, അടയ്ക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സൊല്യൂഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ റിസോൾവിങ് സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് അപ്പീലിന് പോകാം. ഫസ്റ്റ് അപ്പീൽ, സെക്കൻഡ് അപ്പീൽ, പിന്നെ കോടതികൾ, അങ്ങനെയൊക്കെ പോകാൻ പറ്റും. സോ എന്ത് വന്നാലും ശ്രദ്ധിക്കുക, അവനവൻ്റെ മെയിൽ ഐ ഡി ശ്രദ്ധിക്കുക. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യുക. ഇതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗെയിൻ സൈനിങ് ഓഫ്, രതീഷ്.